നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ വിധി എഴുത്തായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 11 സംസ്ഥാനങ്ങളിലെ 93 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വോട്ട് രേഖപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ വേദൂൽ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സൂറത്തിൽ BJP സ്ഥാനാർത്ഥിയെ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവിടെ വോട്ടെടുപ്പില്ല. ജമ്മു കാശ്മീരിലെ അന്തർഗർ രജൌരി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന വോട്ടെടുപ്പ് 25ലേക്ക് മാറ്റി. 12 സംസ്ഥാനങ്ങളിലെ 94 സീറ്റുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചത്. അതേസമയം നോട്ടുകെട്ടുകളുടെ പർവ്വതങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കൊള്ളക്കാരെയും പിടിക്കുമെന്ന് അല്ലെങ്കിൽ പൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരായ പ്രതിഷേധം സംഘടിതമായി നീങ്ങുന്നതിന്റെ കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവർക്ക് കൊള്ളയടിക്കണം, ആരും പിടിക്കപ്പെടരുത്. എന്നാൽ മോദി സർക്കാർ ആ കൊള്ളക്കാരെ മുഴുവൻ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിൽ കുന്നുകണക്കിനാണ് നോട്ടുകെട്ടുകൾ പിടിച്ചത്. നബ്രംഗ്പൂരിൽ NDA തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു, അവർ എന്നെ അധിക്ഷേപിക്കുന്നു, ഞാനത് അവഗണിക്കുകയാണ്. ജനങ്ങൾ പണം സംരക്ഷിക്കുകയാണ് എന്റെ ചുമതല. അത് ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടയാൻ ആർക്കും ആവില്ല എന്നും ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഒഡീഷ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ അഴിമതി നടക്കാനുള്ള ഉപാധിയായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു നൽകുന്നു. എന്നാൽ NDA ഇതര സർക്കാരുകൾ ആ വഴിയെല്ലാം അടയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഗോത്രവർഗ ക്ഷേമത്തിനായുള്ള ബഡ്ജറ്റ് തുക 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി മോദി സർക്കാർ വർദ്ധിപ്പിച്ചത്. ഈ കാലയളവിലാണ് ഒഡീഷയിൽ നിന്ന് ഒരു വാരണാസി വനിതാ നേതാവ് രാഷ്ട്രപതിയായി ഉയർന്നു വന്നത്. വനമേഖലയിൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ 400-ലേറെയായത് ഇക്കാലത്താണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.